ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ മച്ചന്മാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നൊരു പംകിൻ ഫാം അല്ല, ഷുഗർ കെയിൻ ഫാമാണ് ഗൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് വേണ്ടത് കുറച്ച് സംഭവങ്ങളൊക്കെ വേണം. ഞാനിവിടെ ഒരു ചെറിയൊരു വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് ഒരു ചെറുതായിട്ട് ലാവ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിലോട്ട് ഇടാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്ന് ഷുഗർ കെയിൻ ഫാം ആക്കണം. അത് ഞാൻ നെതറിൽ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നെതറിൽ പോയിട്ട് ഈ ഒരു കുതിരേനെ ഞാൻ ഇവിടുന്ന് ടൈം ചെയ്തിട്ടുണ്ടായിരുന്നു. നെതറിൽ നിന്നല്ല കുതിരേനെ ടൈം ചെയ്ത ഓവർ വേൾഡിൽ നിന്നാണ്. അപ്പോൾ നെതറിൽ പോയിട്ട് കുറച്ച് ഗോൾഡും കാര്യങ്ങളൊക്കെ മൈൻ ചെയ്തു. പിന്നെ എൻ്റെ ഒരു ഗോൾഡിന് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി വരുന്ന എപ്പിസോഡിലും കാര്യങ്ങളൊക്കെ നെതറിലും കാര്യങ്ങളൊക്കെ പോകണം. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ഇത് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാനുണ്ട്, ട്രേഡിങ് ഹാള്. അതിനു മുമ്പ് ഞാനൊരു 4 ഹോപ്പർ ഉണ്ടാക്കട്ടെ. എൻ്റെ കയ്യിൽ ഒരു ഹോപ്പർ മാത്രമേ ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടു. അപ്പോൾ ഒരു 4 ഹോപ്പർ ഉണ്ടാക്കട്ടെ ഗൈസ്. ഷുഗർ കെയിൻ ഫാം അത്ര വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല, ചെറിയ രീതിയിലാക്കിയാൽ മതി. നമ്മൾ 4 ഹോപ്പർ വെച്ചാണ് ഒരു ഷുഗർ കെയിൻ ഫാം ആക്കുന്നത്. അടുത്ത എപ്പിസോഡ് എന്തായിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ ട്രേഡിങ് ഹാൾ മൾട്ടിപ്ലെയർ ആയിരിക്കും ഗൈസ്. അതെനിക്ക് ട്രേഡിങ് ഹാൾ നേരാവണ്ണം അറിയില്ല, ആ വില്ലേജസിനെ മാനേജ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് നമ്മൾ ട്രേഡിങ് ഹാളിൻ്റെ പണിയിലോട്ടായിരിക്കും കിടക്കുന്നത് അടുത്തത്. അത് ഞാൻ ഒന്നെങ്കിൽ ഓഫ് ക്യാമറ ഇരുന്ന് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ചെയ്യാം, എന്നിട്ട് ഞാൻ ഇതാക്കാം. അല്ലെങ്കിൽ വീഡിയോ ഇടാം മൾട്ടിപ്ലെയർ കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ 2 ചെസ്റ്റ് വേണം. അപ്പോൾ അത് ഞാൻ പിന്നെ ക്രാഫ്റ്റ് ചെയ്യാം. അതിന് മുമ്പ് 4 ഹോപ്പർ എടുത്ത് ഈ ചെസ്റ്റിന് മോന്താകുന്ന രീതിയിൽ വെക്കണം. ഫസ്റ്റ് ഒരു ഹോപ്പർ ഇങ്ങനെ ക്രൗച്ച് ചെയ്തിട്ട് ഇതാക്കണം. അപ്പോൾ ഗൈസ് ഈ ഷുഗർ കെയിൻ ആക്കുന്ന ട്യൂട്ടോറിയലൊന്നും നിങ്ങൾക്ക് ഇങ്ങനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഷുഗർ കെയിൻ ആക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവർ വേണമെങ്കിൽ യൂട്യൂബിൽ കയറി നോക്കി ഷുഗർ കെയിൻ ഫാം എങ്ങനെ ആക്കുന്നതാണ്. സിമ്പിളാണ് ഗൈസ് ഷുഗർ കെയിൻ ഫാം ആക്കാനൊക്കെ. അപ്പോൾ ഇത് ആക്കിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളൊരു ഷുഗർ കെയിൻ ഫാം കണക്കാക്കിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ച് ഷുഗർ കെയിൻ എടുത്ത് നട്ട് നോക്കാം. നമുക്ക് ഇത് എങ്ങനെ ഇതാകുന്നുണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് പൊട്ടി വീഴുന്നുണ്ടോ എന്ന് നോക്കാം. ഇതിങ്ങനെ ഒരു റയൽ വെച്ചാൽ പൊട്ടില്ല, രണ്ടാമത്തെ റയൽ വെക്കണം. മൂന്നാമത്തെ റയൽ, രണ്ടാമത്തെ അല്ല. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എല്ലാം വർക്കിംഗ് ആണോ നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, എല്ലാം വർക്കിംഗ് തന്നെയാണ്. ഇനി ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യണം ഗൈസ്. ഇത് ഫുള്ളായിട്ട് കവർ ചെയ്ത് നമുക്ക് കുറച്ച് ഗ്ലാസും കാര്യങ്ങളൊക്കെ വെക്കണം, എന്നാലേ ഇത് സെറ്റാവും. ഞാൻ കയ്യിലുള്ള ബ്ലോക്ക് വെച്ചാണ് ഗൈസ് ഇതാക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാ വുഡും വെച്ചല്ല, കുറച്ച് കൊബിൾ സ്റ്റോൺ യൂസ് ചെയ്യാൻ നമുക്ക് ഇത് ഇതാക്കാം, കവറാക്കാൻ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫുള്ളായി നമുക്കൊന്ന് ഇതാക്കാം, എന്നിട്ട് കാണാം. ഗൈസ് ഇവിടെ ഒരു ചെസ്റ്റും കൂടി ഇങ്ങനെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഡബിൾ ചെസ്റ്റായി. ഇനി ഇവിടെ ഗ്ലാസും കൂടി വെച്ച് നമ്മുടെ ഇത് ഫുള്ളായി കംപ്ലീറ്റ് ആയി എന്ന് വേണം പറയാൻ. ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്കിത് കവർ ചെയ്യാം. ഗ്ലാസ് വെക്കുന്നത് എന്തിനാ വെച്ചാൽ ഗൈസ്, ഈ ഷുഗർ കെയിൻ പൊട്ടി വീഴുമ്പോൾ പുറത്തോട്ട് വീഴില്ല, നേരെ ആ ഹോപ്പറിലോട്ട് വീഴും. അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്ലാസ് വെക്കുന്നതായിട്ട്. ഒന്നും കൂടി നമുക്ക് ഇത് വർക്കാകുന്നുണ്ടോ നോക്കാം. ഒന്നും കൂടി ഇങ്ങനെ ഇതാ ഇത്ര ഹൈറ്റിൽ ഷുഗർ കെയിൻ വളരും. അപ്പോൾ അത് പൊട്ടി നേരെ ആ ഹോപ്പറിലോട്ട് തന്നെ വീഴും. അതാണ് ഇതിൻ്റെ ഒരു ടെക്നോളജിയ എന്ന് വേണം പറയാൻ ഗൈസ്. ഓക്കെ, നമുക്ക് ഇവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ ഗ്ലാസ് വെച്ച് കവർ ചെയ്യാം. ഒരു വലിയ ഷുഗർ കെയിൻ ഫാമൊന്നും ഉണ്ടാക്കിയ അത്യാവശ്യം ഇതാവേണ്ട നമുക്ക് വേണ്ട ഷുഗർ കെയിൻ മാത്രമേ നമ്മൾ ഇതാക്കുന്നുള്ളൂ. ഇവിടെ ഇങ്ങനെ ഗ്ലാസ് വെക്കാം. ആ മറ്റേ അടുത്ത് ഗ്ലാസ് വെച്ചിടുക. മറ്റേ അടുത്ത് ഗ്ലാസ് വെച്ചാൽ നമുക്ക് ചെസ്റ്റ് തുറക്കാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെ ഒരു ചെറിയൊരു ഷുഗർ കെയിൻ തട്ടിക്കൂട്ടി ചെയ്തതാണ് ഗൈസ്. ഓക്കെ, അതിൽ കുറച്ച് ബ്ലോക്ക് വീണിട്ടുണ്ട്. ബ്ലോക്ക് എടുത്ത് കയ്യിൽ വെക്കാം. ബാക്കി ഷുഗർ കെയിൻ എൻ്റെ ഒരു 11 ഉണ്ട്. അത് ചെസ്റ്റിലോട്ട് എടുത്ത് വെക്കണമല്ലോ, എൻ്റെ കയ്യിൽ പോയ ചെസ്റ്റിലോട്ട് വെക്കാം. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മുടെ ഷുഗർ കെയിൻ ഫാം അതിനൊക്കെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി ഇവിടെ എവിടെയെങ്കിലും ബ്ലോക്ക് വെക്കാനുണ്ടോ? ഇവിടെ കുറച്ച് കൊബിൾ സ്റ്റോൺ യൂസ് ചെയ്തു, പിന്നെ കുറച്ച് വുഡ് യൂസ് ചെയ്തു. ഇവിടെയൊക്കെ ഹോൾസ് ഉണ്ട്. എന്നാലും നമ്മുടെ ഷുഗർ കെയിൻ ഫാം എന്തായാലും വർക്കിംഗ് ആയിരിക്കും ഗൈസ്. ഓക്കെ, വർക്കിംഗ് ആണ്. പിന്നെ നമ്മളെ മോബ് ഫാം ഒന്നും വർക്ക് ചെയ്യാന്നില്ല ഗൈസ്. അത് പൊളിച്ചിട്ട് ഞാൻ രണ്ടാമത് പണിയും എന്തായാലും ഓഫ് ക്യാമറയിൽ നിന്ന്. പിന്നെ അടുത്ത എപ്പിസോഡിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ട്രേഡിങ് ഹാൾ സെറ്റ് ആക്കുന്നില്ല. അതൊരു മൾട്ടിപ്ലെയർ വീഡിയോ ചെയ്യണമെന്നാണ് എനിക്ക് താല്പര്യം. കാരണം എനിക്ക് ട്രേഡിങ് ഹാൾ നേരെ അറിയില്ല ഗൈസ്. അതിൻ്റെ ഇങ്ങനെ ഇതൊന്നും അറിയില്ല. എനിക്ക് വില്ലേജറിനെ നേരെ മാനേജ് ചെയ്യാനും എന്നെ അറിയില്ല ഗൈസ്. അതുകൊണ്ട് എന്തായാലും ഞാനത് ഒരു മൾട്ടിപ്ലെയർ ആക്കിയിട്ട് കളിക്കുന്നതായിരിക്കും. ചിലപ്പോൾ വീഡിയോ ഇടും, ചിലപ്പോൾ വീഡിയോ ഇടില്ല. അത് കെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടാം. മോബ് ഫാം വർക്കിംഗ് അല്ല ഗൈസ്, അത് ഞാൻ ഓഫ് ക്യാമറയിൽ നിന്ന് പൊളിച്ചിട്ട് വീണ്ടും പണിയാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.